Let's dive into the fascinating world of physics with Dr. Sina G. Good morning all. Welcome to lectures by Dr. Rashi. In today's class, we are going to discuss about beta decay in detail and also about the invisible particle in beta decay. So we know that beta decay is emission of electron from an unstable energetic nucleus. So actually beta decay എന്ന് പറയുന്നത് രണ്ട് ടൈപ്പ് ഉണ്ട്, ബീറ്റ മൈനസ് ആൻഡ് ബീറ്റ പ്ലസ്. ബീറ്റ മൈനസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മൈനസ് എന്ന് വെച്ച് അതിനെ ഓർത്തിരിക്കുക, അതായത് ദർ ഈസ് ആൻ എമിഷൻ ഓഫ് നെഗറ്റീവ്ലി ചാർജ്ഡ് ഇലക്ട്രോൺ ആൻഡ് ഇൻ ബീറ്റ പ്ലസ് ഡികെ ദർ ഈസ് ആൻ എമിഷൻ ഓഫ് പോസിറ്റീവ്ലി ചാർജ്ഡ് ഇലക്ട്രോൺ. പോസിറ്റീവ്ലി ചാർജ്ഡ് ഇലക്ട്രോൺ എന്ന് പറയുന്ന പേരാണ് പോസിട്രോൺ. അതിനെ പ്രോട്ടോൺ എന്നല്ല പറയുക, പോസിട്രോൺ എന്നാണ് പറയുന്നത്. കാരണം ഇറ്റ് ഹാസ് ദ സെയിം മാസ് as that of electron but charge is opposite to that of electron. Okay, so in beta minus decay a neutron changes into a proton and an electron, and in beta plus decay a proton changes into a neutron and a positron. So ഈ beta minus decay എന്ന് പറയുന്നത് കാര്യം നമ്മൾ ന്യൂട്രോൺ ചേഞ്ച് ചെയ്ത് പ്രോട്ടോൺ ഇലക്ട്രോൺ ആയിട്ട് മാറി. സയന്റിസ്റ്റ്മാർ വന്നിട്ട് ആദ്യം ചാർജിനെ പറ്റി തിങ്ക് ചെയ്തപ്പം ഈ എല്ലാ ന്യൂക്ലിയർ റിയാക്ഷൻസും കൺസർവേഷൻ ഓഫ് ചാർജ്, കൺസർവേഷൻ ഓഫ് എനർജി, കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെന്റം, കൺസർവേഷൻ ഓഫ് ആംഗുലർ മൊമെന്റം, ഇങ്ങനെയുള്ള യൂണിവേഴ്സൽ ലോസിനെ ഒബേ ചെയ്യും. എല്ലാ റിയാക്ഷൻസും, ഈ ലോകത്തെടുക്കുന്ന എല്ലാ കാര്യങ്ങളും ഈ ലോസിനെ ഒബേ ചെയ്യും. ഇത് വയലേറ്റ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല. അപ്പോൾ ഇവിടെ സയന്റിസ്റ്റ്മാർ ആദ്യം ചാർജ് ആണ്, സിംപിളി നമുക്ക് ചാർജ് കൺസിഡർ ചെയ്യാം. ചാർജ് കൺസിഡർ ചെയ്യുമ്പോൾ ഇവിടെ ന്യൂട്രോണിന്റെ ചാർജ് എന്ന് പറയുന്നത് 0 ആണ്, പ്രോട്ടോണിന്റെ ചാർജ് +1 ആണ്. അപ്പം സ്വാഭാവികമായിട്ട് നമുക്കറിയാം ഇലക്ട്രോണിന്റെ ചാർജ് -1 ആണ്. സോ ലെഫ്റ്റ് ഹാൻഡ് സൈഡും റൈറ്റ് ഹാൻഡ് സൈഡും എടുത്ത് നോക്കുമ്പോൾ ഇവിടെയും 0 ആണ്, ഇവിടെയും 0 ആണ്. ഇനി ഈ കേസ് എടുത്താലും പ്രോട്ടോണിന്റെ ചാർജ് +1, ന്യൂട്രോണിന്റെ ചാർജ് 0, പോസിട്രോണിന്റെ ചാർജ് +1. സോ ദി കൺസർവേഷൻ ഓഫ് ചാർജ് ഈസ് ഒബേഡ് ഇൻ ബീറ്റ ഡികെ. ഈ കേസിൽ ഒബേ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതിന് കുറച്ച് പസിലിംഗ് ആസ്പെക്ട്സ് വന്നു, ഭയങ്കര പസിൽസ്. അതിൽ ഉള്ള ഫസ്റ്റ് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ വയലേഷൻ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി. എനർജി the fundamental law ആണ്, അതായത് എനർജി ക്യാൻ neither be created nor destroyed, it can be transformed from one form to another. അതാണ് കൺസർവേഷൻ ഓഫ് എനർജി എന്ന് പറയുന്നത്. സോ എനർജി ലോനെ ഇത് വയലേറ്റ് ചെയ്തു. നടക്കൂല, നടപടിയാവുന്ന കാര്യമാണോ? അല്ല. അപ്പൊ നമുക്ക് ആദ്യം ആ വയലേഷൻ എന്താണെന്ന് നോക്കാം. സോ ഇവിടെ ഞാൻ ആദ്യം കൺസിഡർ ചെയ്യാൻ പോകുന്നത് ഗോയിങ് ടു ടേക്ക് ദ ബീറ്റ ഡികെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ ജനറൽ ബീറ്റ മൈനസ് ഡികെ ആണ് ഉദ്ദേശിക്കുന്നത്. ദാറ്റ് ഈസ് എ ന്യൂട്രോൺ ചേഞ്ചസ് ഇൻടു എ പ്രോട്ടോൺ ആൻഡ് ആൻ ഇലക്ട്രോൺ. സോ ഈ ബീറ്റ മൈനസ് ഡികെയിൽ നമുക്ക് ഡിസിന്റഗ്രേഷൻ എനർജിയുടെ ഇക്വേഷൻ ഒന്ന് എഴുതി നോക്കാം. മാസ് ഓഫ് ന്യൂട്രോൺ മൈനസ് മാസ് ഓഫ് പ്രോട്ടോൺ മൈനസ് മാസ് ഓഫ് ഇലക്ട്രോൺ ഇൻറ്റു c². ഡിസിന്റഗ്രേഷൻ എനർജി എല്ലാം കഴിഞ്ഞ ലെക്ചറിൽ പറഞ്ഞതാണ് കേട്ടോ. സോ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, ഇതിന്റെ മാസുകളെ നമുക്കൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു നോക്കാം. അപ്പൊ ഇവിടെ അറ്റോമിക് മാസ് യൂണിറ്റിലാണ് എഴുതുന്നത്. അപ്പം അത് നമുക്ക് നോക്കാം. ന്യൂട്രോണിന്റെ മാസ് എന്ന് പറയുന്നത് 1.00865 U ആണ്. മൈനസ് ഞാൻ പ്രോട്ടോണിന്റെയും ഇലക്ട്രോണിന്റെ മാസ് സമ്മ് ചെയ്താണ് എഴുതാൻ പോകുന്നത്. അതായത് 1.00825 U. U മീൻസ് അറ്റോമിക് മാസ് യൂണിറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഇൻറ്റു c². ഞാൻ ഇവിടെ യു അറ്റോമിക് മാസ് യൂണിറ്റിൽ എഴുതിയിരിക്കുന്നതുകൊണ്ടും യൂഷ്വലി എനർജീനെ, ഇലക്ട്രോണിന്റെ പ്രോട്ടോണിന്റെ ഒക്കെ എനർജീനെ നമ്മൾ ജൂളിൽ അങ്ങനെയല്ല എഴുതുന്നത്, ഇലക്ട്രോൺ വോൾട്ടിലാണ് എഴുതുന്നത്, അല്ലെങ്കിൽ മില്യൺ ഇലക്ട്രോൺ വോൾട്ടിലാണ് എഴുതുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് ഈ ഡിസിന്റഗ്രേഷൻ എനർജിനെ മില്യൺ ഇലക്ട്രോൺ വോൾട്ടിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് 931.5 MeV/U എന്ന് എടുക്കാം. അപ്പോൾ നമുക്ക് ഫൈനൽ ആൻസർ MEV കിട്ടും. സോ നമുക്ക് ഇവിടെ കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് ഡിസിന്റഗ്രേഷൻ എനർജി Q is equal to 0.728 MeV എന്ന് കിട്ടും, മില്യൺ ഇലക്ട്രോൺ വോൾട്ട് എന്ന് കിട്ടും. അപ്പൊ ഇവിടെ എന്താണ് ശരിക്കും വയലേഷൻ വന്നേക്കുന്നത് ഞാൻ പറഞ്ഞുതരാം. അതായത് ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഇവിടെ ഒരു ബീറ്റ ഡികെ നടന്നപ്പം അവിടെ സ്വാഭാവികമായിട്ടും എനർജി ലിബറേറ്റ് ചെയ്തു.
ആ ലിബറേറ്റ് ചെയ്ത എനർജി നമ്മൾ കഴിഞ്ഞ ലെക്ചറിൽ പഠിച്ചു, അത് കൈനറ്റിക് എനർജി, അത് ആൽഫ പാർട്ടിക്കിൾ ആയിട്ടാണ് മാറുന്നത്, അത് ആൽഫ ഡിക്കേയുടെ കേസിൽ. അപ്പൊ ഇവിടെ എമിറ്റ് ചെയ്തത് ഇലക്ട്രോൺ ആണ്. സോ ഈ എനർജി എന്ന് പറയുന്നത് നമ്മുടെ ഇലക്ട്രോണിന്റെ കൈനറ്റിക് എനർജി ആയിട്ട് മാറണം അല്ലെ. 0.728 MeV ഇലക്ട്രോണിന്റെ കൈനറ്റിക് എനർജി ആയിട്ട് മാറണം. ഇനി കുറച്ച് ന്യൂക്ലിയസിന് കിട്ടിയെന്ന് വെച്ചോ, റീകോയിൽ ന്യൂക്ലിയസിന് പോയാലും കൂടുതലും ഇതിന്റെ അപ്രോക്സിമേറ്റിനടുത്തൊക്കെ വരണം നമുക്ക് കിട്ടുന്ന എനർജി എന്ന് പറയുന്നത്. അപ്പൊ ഈ സയന്റിസ്റ്റ്മാർ ഇത് എക്സ്പെക്ട് ചെയ്ത് എമിറ്റ് ചെയ്യുന്ന ഇലക്ട്രോണിന്റെ എനർജി മെഷർ ചെയ്തു. They repeated the experiment many times and measured the kinetic energy of the electrons, and they will get a result that the energy is varying continuously. പല 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 വാല്യൂസ് ആണ് ഓരോ സമയത്തും കിട്ടുന്നത്. രാവിലെ നോക്കുന്ന എനർജി അല്ല ഉച്ച കഴിഞ്ഞ് നോക്കുമ്പോൾ കിട്ടുന്നത്, അല്ലെങ്കിൽ വൈകിട്ട് നോക്കുന്നത്. ഞാനിങ്ങനെ തമാശ പറയുന്നേ ഉള്ളൂ കേട്ടോ. അടുപ്പിച്ച് കിട്ടുന്ന വാല്യൂസ് ഒന്നും തന്നെ സിമിലർ വാല്യൂസ് ആയിരുന്നില്ല. അപ്പൊ നമ്മളൊരു ഗ്രാഫ്, സയന്റിസ്റ്റ്മാർ ഈ വാല്യൂസ് വെച്ചിട്ട് ഒരു ഗ്രാഫ് വരച്ചു നോക്കിയപ്പം ടേക്കിംഗ് കൈനറ്റിക് എനർജി ഇൻ ദ എക്സ് ആക്സിസ് ആൻഡ് ദ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് emitted in the y-axis, they will get a graph like this. ഇങ്ങനെ ഒരു ഗ്രാഫ് കിട്ടി. സോ ഈ ഗ്രാഫിന്റെ പീക്ക് വാല്യൂ 0.728 MeV കിട്ടി. പക്ഷെ ഈ ഒരു പോയിന്റ്സ് ഇതൊക്കെ എന്തോന്ന്, ഈ എനർജിയൊക്കെ കുറച്ച് എനർജി കുറഞ്ഞു പോയി. കാരണം 0.728 പകരം 0.5 അങ്ങനെ പല പല എനർജി കിട്ടി. അപ്പൊ ബാക്കിയുള്ള എനർജിയൊക്കെ എവിടെ പോയി? ആരെങ്കിലും എടുത്തോണ്ട് പോയോ ബാക്കിയുള്ള എനർജി? അത് അവിടെ ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് നിന്ന്. മനസ്സിലായോ? അതാണ് അവിടുത്തെ ഫസ്റ്റ് വയലേഷൻ. എനർജി പ്രിൻസിപ്പൽ കൺസർവേഷൻ ഓഫ് എനർജി ഒബേ ചെയ്യാൻ ബീറ്റ ഡികെക്ക് പറ്റിയില്ല. പക്ഷെ അത് നടക്കുന്ന കാര്യമല്ല കേട്ടോ, ഒബേ ചെയ്തേ പറ്റുള്ളൂ. അപ്പൊ അവിടെ എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ട്. അതെന്താണെന്ന് നമ്മൾ നോക്കും. ആൻഡ് നെക്സ്റ്റ് വയലേഷൻ ഇസ് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെന്റം. ലീനിയർ മൊമെന്റം വയലേറ്റ് ചെയ്യാണ്. ലീനിയർ മൊമെന്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ട്രേറ്റ് ലൈൻ മോഷനിൽ വരുന്ന പാർട്ടിക്കിൾസിന് ഉണ്ടാവുന്ന മൊമെന്റം ആണ് ലീനിയർ മൊമെന്റം. P = mv. അത് വെച്ചിട്ട് ഞാൻ ബുള്ളറ്റ് ഫയർ ചെയ്യുന്ന എക്സാമ്പിൾ ഒക്കെ പറഞ്ഞു. ആ കേസിൽ ബുള്ളറ്റ് ഫ്രണ്ടിലേക്ക് പോകുമ്പോൾ mv മാസ് ഇൻറ്റു വെലോസിറ്റിയിൽ ഈ ബുള്ളറ്റ് ഫ്രണ്ടിലേക്ക് പോകുമ്പോൾ ക്യാപിറ്റൽ മാസ് ഇൻറ്റു v വെലോസിറ്റിയിൽ നമ്മുടെ ഗണ്ണ് ബാക്കിലേക്ക് പോകും. ഇൻ ഓർഡർ ടു കൺസേർവ് ദി മൊമെന്റം അല്ലെ, ലീനിയർ മൊമെന്റം കൺസേർവ് ചെയ്യും. അപ്പൊ ഈ കേസിലും നമ്മുടെ ന്യൂക്ലിയസിനകത്തുനിന്ന് നമ്മുടെ ഇലക്ട്രോണ് ഇങ്ങോട്ട് പോകുമ്പം സ്വാഭാവികമായിട്ടും ആ റീകോയിലി ന്യൂക്ലിയസ് ബാക്ക്വേർഡ് വേണം. ദെൻ മൊമെന്റം ഷുഡ് ബി ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ്, ഒരേപോലെ ആയിരിക്കണം അല്ലേ. പക്ഷേ ഇവിടെ ഒരേപോലെ സംഭവിച്ചില്ല, എന്തോ പ്രശ്നം പറ്റി. ഓക്കെ, അപ്പൊ അവിടെയും എന്തുകൊണ്ട് ഈ ഒരു ലീനിയർ മൊമെന്റം വയലേറ്റ് ചെയ്തു എന്നുള്ളതൊരു വലിയ ക്വസ്റ്റ്യൻ ആയിട്ട് വന്നു. കാരണം ഇവർക്ക് നോക്കുമ്പോൾ ഇവര് പല രീതിക്ക് മെഷർ ചെയ്തു ഒക്കെ നോക്കുമ്പോൾ ഇവർക്ക് അവിടെ വേറെ എന്തെങ്കിലും ഒരു സാധനത്തിന്റെ പ്രസൻസ് ഡിറ്റക്ട് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ ഇവിടെ ഈ ഒരു മൊമെന്റത്തിന് എന്ത് ചെയ്തു, വയലേറ്റ് ചെയ്തു. അതായത് നമുക്കിപ്പം ഫോർ എക്സാമ്പിൾ എന്നെ ഇപ്പം ഒരാൾ വന്ന് ഹിറ്റ് ചെയ്യുമ്പം ഇടിക്കുമ്പോൾ ഞാൻ നീങ്ങും അല്ലെ. നിങ്ങളെ ഇപ്പൊ ഒരാൾ വന്നിരിക്കും, നിങ്ങൾ നീങ്ങും. പക്ഷെ ആ നീങ്ങുന്നതിന് ഒരു എന്താ പറയാ, ആള് വന്ന് ഇടിക്കുന്ന ഫുൾ ഇമ്പാക്റ്റ് എനിക്ക് വരും. അതേസമയം എനിക്ക് എൻ്റെ കൂടെ തന്നെ വേറൊരു വ്യക്തിയോട് ഇവിടെ ഉണ്ടെന്ന് വെച്ചു, ഒരു ഇൻവിസിബിൾ ആയിട്ടുള്ള ഒരാൾ ഇവിടെ ഉണ്ടെന്ന് വെച്ചു. അപ്പൊ അങ്ങനെയാകുമ്പോൾ ഈ വന്ന് ഇടിക്കുന്നതിന്റെ ഇമ്പാക്റ്റ് രണ്ടു പേർക്കുമായിട്ട് അങ്ങ് പോകും, ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് പോകും. അപ്പൊ എനിക്ക് കുറച്ച് ഇമ്പാക്റ്റേ വരത്തുള്ളൂ. മനസ്സിലായോ? അപ്പം അതേപോലെ തന്നെ നമ്മുടെ ബീറ്റ ഡികെയില് വേറെ ഏതോ ഒരു അദൃശ്യകരങ്ങൾ പ്രവർത്തിക്കുന്നതായിട്ട് സയന്റിസ്റ്റ്മാർക്ക് മനസ്സിലായി. അപ്പൊ അതിനെപ്പറ്റി അവർ തിങ്ക് ചെയ്ത് തുടങ്ങി. ആൻഡ് ദിസ് ഇസ് ദ വയലേഷൻ ഓഫ് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെന്റം. ഇനി നെക്സ്റ്റ് വയലേഷൻ എന്ന് പറയുന്നത് ഇസ് ദ വയലേഷൻ ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലാർ മൊമെന്റം. ആംഗുലാർ മൊമെന്റം എന്ന് പറയുമ്പോൾ ഈ ലീനിയർ മൊമെന്റം എപ്പോഴും സ്ട്രെയിറ്റ് ലൈൻ കേസിലുള്ള പാർട്ടിക്കിൾസിനാണ് വരുന്നതെങ്കിൽ ആംഗുലാർ മൊമെന്റം വരുന്നത് റൊട്ടേഷണൽ മോഷനിലാണ്. അതായത് ഒരു ഒബ്ജക്റ്റിന് റൊട്ടേഷൻ മോഷൻ ഉണ്ടെങ്കിൽ നമ്മള് ഈ മൊമെന്റത്തിന് പകരം എല്ലാ ലീനിയർ മൊമെന്റം, വെലോസിറ്റി, ആക്സലറേഷൻ ഇങ്ങനെയുള്ള ടേമിന്റെ കൂടെ എല്ലാത്തിൻ്റെ കൂടെ ഇഫ് ദർ ഈസ് എൻ റൊട്ടേഷൻ എഫക്ട് ആൻഡ് നമ്മൾ ഈ ഇതെല്ലാം ചേഞ്ച് ചെയ്ത് ആംഗുലാർ വെലോസിറ്റി, ആംഗുലാർ ആക്സലറേഷൻ, ആംഗുലാർ ഫ്രീക്വൻസി, ആംഗുലാർ മൊമെന്റം അങ്ങനെയാക്കും. അപ്പൊ ഈ പാർട്ടിക്കിൾസിനെല്ലാം സ്പിൻ എന്ന് പറഞ്ഞ ഒരു കാര്യമുണ്ട്, സ്പിന്നിങ് എഫക്റ്റ് ഉണ്ട്. നമുക്കറിയാം നമ്മുടെ എർത്ത് സണ്ണിന് ചുറ്റും റൊട്ടേറ്റ് ചെയ്യുന്നതിനോടൊപ്പം ഒരു പെർട്ടിക്കുലർ ആക്സിസിൽ അത് സ്പിന്ന് ചെയ്യുന്നുണ്ട്. പമ്പരം കറങ്ങുന്നത് ആലോചിച്ചാൽ മതി സ്പിന്നിങ് എഫക്റ്റ് പറയണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ ക്ലോക്ക് വൈസ് സ്പിന്നിങ്ങും ഉണ്ട്, ആന്റി ക്ലോക്ക് വൈസ് സ്പിന്നിങ്ങും ഉണ്ട്. അപ്പൊ അതനുസരിച്ച് ഇതിന്റെ വാല്യൂ +½ -½ എന്ന് റെപ്രസെന്റ് ചെയ്യും.
അപ്പൊ ഈ ആംഗുലർ മൊമെന്റവും ഇവിടെ വയലേറ്റ് ചെയ്തു. അതായത് ഫോർ എക്സാമ്പിൾ ഞാനിപ്പോ ഇവിടെ ഒരു ന്യൂട്രോൺ ചേഞ്ചസ് ടു എ പ്രോട്ടോൺ ആൻഡ് ആൻ ഇലക്ട്രോൺ എന്ന് എടുക്കുകയാണെങ്കിൽ, അപ്പൊ ഈ കേസിൽ ന്യൂട്രോണിന്റെ സ്പിൻ എന്ന് പറയുന്നത് ഹാഫ് ആണ്, പ്രോട്ടോണിന്റെ സ്പിന്നും ഹാഫ് ആണ്, ഇലക്ട്രോണിന്റെ സ്പിന്നും ഹാഫ് ആണ്. ഇതിന്റെയൊക്കെ സ്പിൻ ഓൾറെഡി ഡിഫൈൻ ചെയ്ത് വെച്ചേക്കുന്ന കേട്ടോ. അപ്പൊ നിങ്ങൾ നോക്കിക്കേ, ഇവിടെ പ്രോട്ടോണും ഇലക്ട്രോണും തമ്മിൽ ആഡ് ചെയ്യുന്ന സമയത്ത് ഇവിടെ നമുക്ക് ഒന്നെങ്കിൽ ഓപ്പോസിറ്റ് സ്പിൻ ആണെങ്കിൽ 0 കിട്ടും, സെയിം പാരലൽ സ്പിൻ ആണെങ്കിൽ 1 കിട്ടും. അപ്പോൾ അതൊന്നും അല്ല ഇവിടെ കിട്ടിയേക്കുന്നത്. ഇവിടെ കിട്ടിയേക്കുന്നത് ഒരു 1/2 ആണ്, ഹാഫ് ഇന്റഗ്രൽ സ്പിൻ ആണ് കിട്ടിയേക്കുന്നത്. അപ്പോൾ അതെങ്ങനെ ശരിയാവുക? ലെഫ്റ്റ് ഹാൻഡ് സൈഡും റൈറ്റ് ഹാൻഡ് സൈഡും ഈക്വൽ ആവണ്ടേ? ആ ഒരു കേസും ഇവിടെ വന്നിട്ടില്ല. ഒരു 1/2 വരത്തില്ല ഈ ഒരു കേസിൽ ഒരിക്കലും. അപ്പൊ അവിടെയും എന്ത് സംഭവിച്ചു? ഈ ആംഗുലർ മൊമെന്റം പ്രിൻസിപ്പലിനെ വയലേറ്റ് ചെയ്തു. ഇത് മൂന്നും വമ്പൻ വയലേഷൻസ് ആണ്. അങ്ങനെയുള്ള ഒരു റിയാക്ഷൻ ഈ ലോകത്ത് നടക്കാനേ പാടില്ല, പക്ഷെ നടക്കുന്നുണ്ട് ബീറ്റാ ഡീക്കെ. അപ്പൊ അതെന്താണ് കാര്യം? അവിടെ അവര് കുറെ റിസർച്ച് വർക്കൊക്കെ നടത്തി അവസാനം 1930 പോളി എന്ന് പറഞ്ഞ സയന്റിസ്റ്റ് പറഞ്ഞു, there is an invisible chargeless mass, negligibly mass ഉള്ള ഒരു പാർട്ടിക്കിൾ ഉണ്ട്. പാർട്ടിക്കിൾ is there which is named as neutrino by Enrico Fermi. അപ്പൊ അങ്ങനെ ന്യൂട്രിനോ ഹൈപ്പോത്തിസിസ്, ബീറ്റാ ഡിക്കെയിൽ ന്യൂട്രിനോ എന്ന് പറയുന്ന ഒരു പാർട്ടിക്കിൾ ഉണ്ടെന്നുള്ളത് സയന്റിസ്റ്റ്മാര് പറഞ്ഞു. അപ്പൊ ആ പാർട്ടിക്കിളിന്റെ കേസിൽ നിങ്ങളിപ്പം നമ്മള് ബീറ്റാ ഡിക്കയുടെ ഇക്വേഷൻ എഴുതുകയാണെങ്കിൽ നോക്കിക്കേ, in a negative beta decay, a neutron changes into a proton, electron and an anti-neutrino. And in beta plus decay, proton changes into a neutron, positron and a neutrino. ഒരു ന്യൂട്രോണിനെ റെപ്രസെന്റ് ചെയ്യുന്നത് ഇങ്ങനെ മ്യൂ എന്നാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ മ്യൂ എന്ന് പറയുന്ന ഒരു പാർട്ടിക്കിൾ ഉണ്ടെങ്കിൽ ഈ നമ്മുടെ ഈ ഭൂമിയിൽ എവിടെ പ്ലസ് ഉണ്ടോ അവിടെ ഒരു മൈനസ് ഉണ്ടാവും, എവിടെ ഒരു നല്ലതുണ്ടോ അവിടെ ഒരു ചീത്ത ഉണ്ടാവും, എവിടെ ഒരു അപ്പ് ഉണ്ടോ അവിടെ ഒരു ഡൗൺ ഉണ്ടാവും. അതുപോലെ തന്നെ എല്ലാ പാർട്ടിക്കിൾസിനും എന്തുണ്ട്? ഒരു ആന്റി പാർട്ടിക്കിൾ ഉണ്ട്. സോ ഈ ന്യൂട്രിനോയ്ക്കും ഒരു ആന്റി പാർട്ടിക്കിൾ ഉണ്ട്. അതിനെ നമ്മൾ ന്യൂ ബാർ എന്നാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. കണ്ടോ? അപ്പൊ ഇവിടെ ന്യൂട്രോൺ ചേഞ്ചസ് ടു പ്രോട്ടോൺ ആവുന്ന കേസിൽ, അതായത് ബീറ്റ മൈനസ് ഡിക്കെയിൽ ഉണ്ടാവുന്ന പാർട്ടിക്കിൾ എന്ന് പറയുന്നത് ആന്റി ന്യൂട്രിനോയാണ്. ആൻഡ് ഇൻ ബീറ്റ പ്ലസ് ഡിക്കെ the particle formed is neutrino. ഓക്കെ, അപ്പൊ ന്യൂട്രിനോയും ആന്റി ന്യൂട്രിനോയും ഉണ്ട്. അപ്പൊ ഇവിടെ നിങ്ങൾ വെറുതെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കോ. ഇവിടെ ന്യൂട്രോണിന്റെ ചാർജ് 0, പ്രോട്ടോണിന്റെ ചാർജ് പ്ലസ്, ഇലക്ട്രോണിന്റെ ചാർജ് മൈനസ്, ആന്റി ന്യൂട്രിനോയുടെ ചാർജ് 0 ആയിട്ട് നിൽക്കും. കണ്ടോ? ചാർജ്ലെസ് ആണ്. ചാർജ്ലെസ് ആയതുകൊണ്ട് തന്നെ ഇതിനെ കണ്ടുപിടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ അതേപോലെ തന്നെ ന്യൂട്രിനോയുടെ സ്പിൻ എന്ന് പറയുന്നത് ഹാഫ് ആണ്. അപ്പൊ അത് എന്ത് ചെയ്യും? ആംഗുലർ മൊമെന്റം കൺസേർവ് ചെയ്യും. കാരണം ഇക്വേഷനകത്ത് നമുക്ക് ഹാഫ് ആയിട്ടുള്ള ഒരു പാർട്ടിക്കിൾ വന്നു കഴിഞ്ഞാൽ ഇപ്പറേ സൈഡുമായിട്ട് നമുക്ക് ടാലി ആയി പോകും. രണ്ട് ഓപ്പോസിറ്റ് സ്പിൻ വന്ന് അപ്പ് സ്പിന്നും ഡൗൺ സ്പിന്നും പിന്നെ ഒരു അപ്പ് സ്പിന്നും വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കിവിടെ കൺസർവേഷൻ ഓഫ് ആംഗുലർ മൊമെന്റത്തെ ഇത് എന്ത് ചെയ്യും? ഒബേ ചെയ്യും. ഇനി അടുത്ത കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് എനർജിയുടെ കാര്യമാണ് പറഞ്ഞത് അല്ലെ, എനർജി വയലേറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഈ കേസിൽ ഞാനാണെങ്കിൽ ഗ്രാഫ് വരച്ചപ്പോൾ ഇങ്ങനെ പല വാല്യൂസ് ആ കിട്ടിയത്. 0.728 MeV ഒരു പർട്ടിക്കുലർ കേസിൽ നമുക്ക് കിട്ടി. കൈനറ്റിക് എനർജിയും ഇലക്ട്രോൺസിന്റെ എണ്ണാണ്. അപ്പോൾ ഒരു പോയിന്റിൽ നമുക്ക് 0.728 കിട്ടി. പക്ഷെ വേറൊരു പോയിന്റിൽ നമുക്ക് കുറച്ചുകൂടെ വാല്യൂസ്, കൈനറ്റിക് എനർജി കുറച്ചുകൂടെ കുറഞ്ഞാ കിട്ടിയത്. അപ്പൊ കുറഞ്ഞു കിട്ടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ള എനർജി ആര് കൊണ്ടുപോയി? ഈ ന്യൂട്രിനോ കൊണ്ടുപോയി. അപ്പൊ അതിന് തോന്നുന്ന സമയത്ത് അത് തോന്നുന്ന എനർജി എടുത്തുകൊണ്ട് പോകും. സോ നമുക്ക് ഔട്ട്പുട്ടായിട്ട് കിട്ടുന്ന ഇലക്ട്രോണിന്റെ എനർജി എന്ത് ചെയ്യും? വേരി ചെയ്തുകൊണ്ടിരിക്കും. ഒരു പല പല വാല്യൂസ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. അപ്പൊ അവിടെ എനർജി വയലേഷൻ നടന്നിട്ടില്ല. ആക്ച്വലി നമുക്ക് ഫീൽ ചെയ്യുന്നതാണ് എനർജി വയലേഷൻ നടന്നു എന്നുള്ളത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ ന്യൂട്രിനോ എന്ന പാർട്ടിക്കിൾ ഉണ്ടെങ്കിൽ മാത്രമേ ഇതൊക്കെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഈ ന്യൂട്രിനോയ്ക്ക് കുറെ പ്രോപ്പർട്ടീസ് ഉണ്ട്. എന്താന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, ചാർജസ് 0. സെക്കൻഡ് വൺ, സ്പിൻ ഇസ് ഹാഫ്. തേർഡ്, മാസ് ഇസ് നെഗ്ലിജിബിളി സ്മോൾ. Fourth, do not interact with the electromagnetic and strong nuclear force. ഒരു ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സുമായിട്ടോ അതായത് കറണ്ട് കൊണ്ടുവച്ചാലോ മാഗ്നറ്റിക് ഫീൽഡ് എഫക്റ്റിലോ ഒരു സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സിലോ ഇതിലൊന്നും ഈ ന്യൂട്രോൺ ഇന്ററാക്ട് ചെയ്യില്ല.
വീക്ക് ന്യൂക്ലിയർ ഫോഴ്സിലും ഗ്രാവിറ്റേഷണൽ ഫോഴ്സിലുമാണ് ഇതൊന്നും ചെറിയൊരു ഇന്ററാക്ഷൻ, കാരണം മാസ് വളരെ കുറവാണ്, നിങ്ങൾക്ക് മെഷർ ചെയ്തെടുക്കാനൊന്നും പറ്റത്തില്ല. ഒരു ചെറിയ ഇന്ററാക്ഷൻ വരുന്നത് ആ കേസിൽ മാത്രമാണ്. ആൻഡ് ആന്റി പാർട്ടിക്കിൾ ഓഫ് ന്യൂട്രിനോ ഈസ് ആന്റി ന്യൂട്രിനോ, which means spin of neutrino is counter clockwise. ആന്റി ക്ലോക്ക് സ്പിൻ ആയിരിക്കും ന്യൂട്രിനോയ്ക്ക്, അതേസമയം ആന്റി ന്യൂട്രിനോയ്ക്ക് ക്ലോക്ക് വൈസ് സ്പിൻ ആയിരിക്കും. സ്പിന്നിങ്ങിലുള്ള ഡിഫറൻസ് ആണ് അതിന്റെ ആന്റി പാർട്ടിക്കിൾ എന്നുള്ള ഒരു കൺസെപ്റ്റ് വരുന്നത് കേട്ടോ. ആൻഡ് another important thing is a neutrino would have to pass through 100 light years of solid iron before interacting. എൻ്റെ അമ്മേ, അപ്പോൾ നമ്മുടെ ഒരു സോളിഡ് ആയിട്ടുള്ള ഒരു അയൺ പീസിനകത്തൂടി 100 ലൈറ്റ് ഇയേഴ്സ് പാസ് ചെയ്താലും, നമ്മൾ ഡിസ്റ്റൻസ് മെഷർ ചെയ്യുന്ന ഹയസ്റ്റ് യൂണിറ്റ് ആണ് ഈ ലൈറ്റ് ഇയേഴ്സ് എന്ന് പറയുന്നത്. അപ്പം അത്രയും നാള് ഡിസ്റ്റൻസ് ചെയ്ത് പാസ് ചെയ്താലും ഈ ന്യൂട്രിനോ എന്ന് പറഞ്ഞ സാധനം ഇന്ററാക്ട് ചെയ്യത്തില്ല. അപ്പൊ എന്താ കാര്യം, നിങ്ങൾ ചില ആൾക്കാരെ കണ്ടിട്ടില്ല, അതായത് ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ ഒരാളോട് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ടെന്ന് വെച്ചോ, ഭയങ്കരമായിട്ട് ഞാൻ ദേഷ്യപ്പെട്ടു, നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനോടാണെങ്കിലും ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുമ്പോൾ അപ്പുറത്ത് നിൽക്കുന്ന ആളുണ്ടല്ലോ വളരെ ഇന്നേർട്ടായിട്ട് നിൽക്കുകയാണല്ലോ, അതായത് ആളുടെ മുഖത്ത് വിഷമമില്ല, സന്തോഷമില്ല, സങ്കടമില്ല, ഒന്നുമില്ല, വളരെ ഇന്നേർട്ടായിട്ട് ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ, ഒരു റിയാക്ഷൻസും ഇല്ല നിൽക്കുകയാണെങ്കിൽ, അപ്പുറത്ത് നിൽക്കുന്ന ഓപ്പോസിറ്റ് നിൽക്കുന്ന എനിക്ക് അവരുടെ ആറ്റിറ്റ്യൂഡ് എന്താണ് എന്ന് മനസ്സിലാക്കാൻ പറ്റത്തില്ല, അവരെന്താ ചിന്തിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ പറ്റത്തില്ല. മനസ്സിൽ വലിയ കാൽക്കുലേഷൻസ് ഉണ്ടാവും, പക്ഷെ അവരെന്താണ് അവരുടെ റിയാക്ഷൻ എനിക്ക് അറിയാൻ പറ്റത്തില്ല. അതേപോലെ നിങ്ങൾക്കും. അപ്പൊ അതേപോലെ തന്നെ നിങ്ങളിപ്പോ ഫ്രണ്ട്സിനോട് ഇന്ററാക്ട് ചെയ്തിട്ട് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ നിങ്ങളോട് തിരിച്ച് ദേഷ്യപ്പെട്ടെന്ന് വെച്ചു, ദേഷ്യപ്പെട്ടു കഴിഞ്ഞാൽ മനസ്സിലായോ അവൻ ഏറ്റിട്ടുണ്ട്, ദേഷ്യപ്പെട്ടു. അല്ലെങ്കിൽ സങ്കടപ്പെട്ട് നമുക്ക് മനസ്സിലാവും സങ്കടം വന്നു എന്നുള്ളത്. അപ്പൊ റിയാക്ഷൻസ് കിട്ടണം, എങ്കിൽ മാത്രമേ നമുക്ക് മനസ്സിലാവത്തുള്ളൂ ആൾക്കാർ എന്താ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത്. അപ്പൊ നമ്മുടെ ഈ ന്യൂട്രിനോ ഉണ്ടല്ലോ, ഈ ഒരു റിയാക്ഷനിലും പങ്കെടുക്കത്തില്ല, ഇങ്ങനെ ഇനേർട്ടായിട്ട് ചാർജ്ലെസ് ആയിട്ട് മാസ് കുറഞ്ഞ് ഇങ്ങനെ ഇരിക്കും. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോൾ എന്താ സംഭവിക്കാം, കണ്ടുപിടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഓക്കെ, മനസ്സിലാക്കിയെടുക്കാൻ ബുദ്ധിമുട്ടാണ്. സോ the only interaction by which a neutrino can experience is inverse beta decay. ഇൻവേഴ്സ് ബീറ്റാ ഡിക്കേയിൽ മാത്രമാണ് ന്യൂട്രിനോയുടെ ഒരു എക്സിസ്റ്റൻസ് നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റുന്നത്, ഒരു ഇന്ററാക്ഷൻ ഉണ്ടെന്ന് പറയാൻ പറ്റുന്നത്. ആൻഡ് ദാറ്റ് ഇൻവേഴ്സ് ബീറ്റാ ഡിക്കേ ആണ് ഞാൻ ഇവിടെ എഴുതിയേക്കുന്നത്. നമ്മൾ നേരത്തെ പഠിച്ച ബീറ്റാ ഡിക്കേയുടെ നേരെ ഓപ്പോസിറ്റ് ആണ്. ഈ കേസിൽ ഔട്ട്പുട്ട് കിട്ടുന്നത് നമുക്ക് മെഷർ ചെയ്യാൻ എളുപ്പമാണോ, ന്യൂട്രോണിനെയും ഇലക്ട്രോണിനെയും നമുക്ക് കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. അപ്പൊ അത് ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ആന്റി ന്യൂട്രിനോ വന്നേ പറ്റത്തുള്ളൂ. സിമിലർലി എ ന്യൂട്രോൺ പ്ലസ് എ ന്യൂട്രിനോ ഗീവ്സ് എ പ്രോട്ടോൺ ആൻഡ് ഇലക്ട്രോൺ. ഇത് രണ്ടും ഇൻവേഴ്സ് ബീറ്റാ ഡീക്കേസ് ആണ്. ഈ ഒരു ഇന്ററാക്ഷനിൽ മാത്രമാണ് നമുക്ക് ന്യൂട്രോണിന്റെ പ്രസൻസ് ഡിറ്റക്ട് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, അപ്പൊ എനിക്ക് ഈ ടോപ്പിക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പൊ ന്യൂട്രിനോ പറഞ്ഞപ്പോൾ ലൈഫ് റിലേറ്റഡ് എക്സാമ്പിൾസ് പറയാൻ പറ്റുന്ന ഒരു ടോപ്പിക്കാണിത് ശരിക്കും പറഞ്ഞാൽ. സോ in this lecture we discussed about the beta decay, positive beta decay and negative beta decay, and the neutrino hypothesis and the reason behind the neutrino hypothesis, that is violation of conservation of charge illa, conservation of energy, violation of conservation of linear momentum, then violation of conservation of angular momentum. idella violate cheyyunnundu, and this topic is well connected to life. Actually, science is connected to life. Hope you all understood my lecture. For more updates, keep an eye on my educational channel, Lectures by Dr. Seena G. Thank you.